നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് കേരളത്തിലെ BJP നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ആദ്യം എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കുന്ന രാഷ്ട്രീയ മുന്നണിയായി മാറുകയാണ് കേരളത്തിലെ BJP. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 25% വോട്ട് ഷെയർ നേടണമെന്നാണ് സംസ്ഥാന BJP നേതൃത്വത്തിന് BJPയുടെ കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ 28 മുതൽ 30% വരെ വോട്ട് ഷെയർ ആക്കി മാറ്റണം. അപ്പോൾ കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമായൊരു ശക്തിയായി നിയമസഭയിൽ BJP ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിനനുസരിച്ചുള്ള പദ്ധതികൾ പൂർത്തിയാക്കി മുന്നോട്ട് പോവുകയാണ് സംസ്ഥാന BJP നേതൃത്വവും. പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഓരോ മുനിസിപ്പാലിറ്റികളുടെയും ജില്ലകളുടെയും ചുമതല നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനും തൃശൂർ കോർപ്പറേഷനും ഇക്കുറി പിടിക്കുമെന്ന് തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുമല അനിലിന്റെ നിര്യാണത്തിലൂടെ വന്ന ചെറിയൊരു വീഴ്ച അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചും, അതായത് മത്സരിക്കാൻ താല്പര്യമുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതുകൂടാതെ ഏറെക്കുറെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങൾ പോലും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്ത് പ്രധാനമായി കോർപ്പറേഷന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. നേമം നിയോജക മണ്ഡലം ലക്ഷ്യമിട്ടാണ് ഇതെന്ന് ഉള്ളത് വ്യക്തമാണ്. അതുപോലെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിന്റെയും വർക്കല മുനിസിപ്പാലിറ്റിയുടെയും ചുമതല V മുരളീധരനാണ്. കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത് PK കൃഷ്ണദാസനാണ്. ഹരിപ്പാടും അതുപോലെ കായംകുളം അടക്കമുള്ള മേഖലകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും ചുമതല നൽകിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. കൊച്ചിയുടെ ചുമതല നൽകിയിരിക്കുന്നത് ജോർജ് കുര്യനാണ്. തൃശൂർ കോർപ്പറേഷന്റെ ചുമതല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കാണ്. അതുപോലെ കോഴിക്കോടിന്റെ ജില്ലയുടെ ചുമതല നൽകിയിരിക്കുന്നത് K സുരേന്ദ്രനാണ്. കണ്ണൂർ ജില്ലയുടെ ചുമതല നൽകിയിരിക്കുന്നത് AP അബ്ദുള്ള കുട്ടിക്കാണ്. അതുപോലെ നിരവധി നേതാക്കന്മാർക്ക് നിരവധി ഇടങ്ങളിൽ ചുമതലകൾ നൽകിയുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് കൃത്യമായി തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം, അതിനു മുൻപ് നിരവധി മുനിസിപ്പാലിറ്റികളിൽ ഭരണം നേടുക, നിലവിൽ ഭരണമുള്ള മുനിസിപ്പാലിറ്റികൾ നിലനിർത്തുക, തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക, നിരവധി ഗ്രാമപഞ്ചായത്തുകൾ, നിരവധി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭരണം നേടുക. ഇതാണ് BJP തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് ഒരു ഫൈനൽ റിഹേഴ്സലാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30+ സീറ്റ് പിടിക്കണമെന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതേസമയം BJP 8 മുതൽ 10 സീറ്റ് വരെ നേടുമെന്നുള്ളത് ഏറെക്കുറെ രാഷ്ട്രീയ നിരീക്ഷകരും ഒപ്പീനിയൻ പോളും ഒക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ BJP ഈ 8-10 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. BJPയുടെ ലക്ഷ്യം 30+ ആണ്. 30-ലധികം സീറ്റുകളിൽ വിജയിക്കണം. അങ്ങനെയെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മന്ത്രിസഭ ആര് രൂപീകരിക്കണമെന്ന കാര്യം തീരുമാനിക്കുന്നത് കേരളത്തിലെ BJP ആയിരിക്കും. ഇത് നിലവിൽ ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഒരു തമാശയെ തോന്നാം. എന്നാൽ BJPയുടെ പ്രവർത്തനങ്ങൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. BJP ചിന്തിക്കുന്ന ട്രാക്കിൽ തന്നെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയാൽ 2026 BJP സംബന്ധിച്ച് ഒരു നാഴികക്കല്ലായി മാറും.